ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുമായിട്ടാണ്. അതായത് നിലവിൽ PSC അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വെളിവിട്ടിരിക്കുകയാണ്. മൊത്തം ഉദ്യോഗാർത്ഥികൾ എത്ര എണ്ണം ഉണ്ട്, അതിൽ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന എത്ര പേരാണ് എന്നൊക്കെയുള്ള, അതായത് ഇനി എന്താണ് പരീക്ഷ എന്നതിൻ്റെ കൃത്യമായൊരു ഔട്ട്ലൈൻ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. നമ്മുടെ എടുത്തു പറയുകയാണ്, കാറ്റഗറി നമ്പർ 641/2021 എന്ന നമ്പറിൽ വന്നിരിക്കുന്ന ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ 17-ാം തീയതിയാണ്, ജനുവരി 17-ാം തീയതിയാണ് വരാൻ പോകുന്നത്. 2025 ജനുവരി 17-ാം തീയതി ഈ എക്സാം നടക്കുമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ PSC അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു പരീക്ഷയുടെ ഇപ്പോൾ എന്താണ് പരീക്ഷയുടെ മത്സരം എന്നൊരു ഔട്ട്ലൈനിലേക്ക് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി കേരളത്തിൽ മുഴുവൻ PSCയിലേക്ക് അപേക്ഷിച്ചിരുന്ന മൊത്തം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 2278 പേരാണ്. മൊത്തം 2278 പേര് ഇതിന് അപേക്ഷിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. എന്നാൽ ഇതിനകത്ത് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്, അതായത് ഇതിന് പരീക്ഷ എഴുതാൻ വേണ്ടി വില്ലിംഗ് ആയിട്ട് കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ കേവലം 1688 പേര് മാത്രമേ ഉള്ളൂ. 590ഓളം ആൾക്കാർ അതിൽ നിന്ന് ഒഴിവായിരിക്കുന്നു. അത്രയും പേര് ഇനി നമ്മളുമായിട്ട് മത്സരിക്കാനില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സോ നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ ഏതാണ്ട് 1688 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള അല്ലെങ്കിൽ സേഫ് സൈഡിലേക്ക് എത്തുന്ന ഒരു നമ്പറാണ്. നമുക്കറിയാം PSCയുടെ ഒരു ജനറൽ PSC എക്സാമൊക്കെ എത്തുമ്പോൾ അവിടേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിനാണ്. അവിടെയാണ് കേവലം 1688 പേരുമായിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അതായത് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വഴി വളരെ ക്ലിയർ ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലക്ഷ്യം റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 1-ലോ 2-ലോ എത്താൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കണം. അത് സാധ്യമാണ്. പ്രത്യേകിച്ചും ഇത്ര എളുപ്പമുള്ള ഒരു മത്സരം ഉള്ള ഒരു എക്സാമിനേഷനിൽ ഈ ഒരു റാങ്കിൽ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്നാണ് ഏണസ് അക്കാഡമിക്ക് പറയാനുള്ളത്. ഇനി പറയുകയുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടതാണ്. കൃത്യമായിട്ടുള്ളൊരു ട്രാക്കിൽ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്പം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.